നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്കും, എനിക്ക് കമന്റ് ഇടുന്നവരെല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഒരു കാര്യം, അപ്പൊ ചിലരിപ്പോ എന്നോട് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് ഞാൻ ടാരോ ഷോർട്സ് മറ്റേ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പൊ എന്റെ വീഡിയോസ് എനിക്ക് ഇല്ല, പക്ഷെ കാണുന്നവർ പറയുന്നത് അവർക്ക് എന്റെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ എനിക്ക് പേഴ്സണൽ റീഡിങ് കിട്ടുന്നത്, എന്നിലുള്ള വിശ്വാസം ഇതുകൊണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇപ്പൊ ഞാൻ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ എന്റെ വീഡിയോ, പിന്നെ വേർഡ് ഓഫ് മൗത്തും നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ കാണുന്നത്. അപ്പൊ അവര് പറഞ്ഞു കൂടുതൽ ആളുകൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇടാറില്ല ഇപ്പം. അപ്പോ യൂട്യൂബിൽ ഞാൻ ചില വീഡിയോസ് ചിലർക്ക് വളരെ ഉപകാരം, പക്ഷെ അധികം ആൾക്കാർ കാണുന്നില്ല. അപ്പൊ എന്നോട് സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ ഷോർട്സ് ആക്കി അതിന്റെ ചെറുത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക്, ഷോർട്സ് വഴി കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്റെ സ്ഥിരം കാണുന്നവർക്ക്, വീഡിയോ കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകുന്നതിൽ ക്ഷമിക്കണം. പക്ഷെ കൂടുതൽ ആളുകൾ എന്റെ വീഡിയോ കൊണ്ട് ഉപയോഗമുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളോട് സോറി പറയേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ അത് ഓക്കെ, അത് ഒരു കാര്യം പറയണം എന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും നന്ദി പറയുന്നു, കമന്റ്സിനും ലൈക്കിനും ഷെയറിനും ഹൈപ്പിനും എല്ലാത്തിനും നന്ദി കേട്ടോ. ഫുൾ സപ്പോർട്ടിന് നന്ദി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോ നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ടായിരിക്കാം ഒരു പ്രത്യേക ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്താണ് നടക്കുന്നത്, ഒരു പുതിയ ഓഫർ വന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ഈ നടക്കുന്നത് നിങ്ങൾക്ക് ഒരു പിടുത്തവുമില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പൊ ഒരു കണക്ഷനിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കാര്യം തുടങ്ങണമെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അജണ്ട എന്താണ് എന്ന് വെച്ചാല്, നിങ്ങൾ അറിയാത്ത ഒരു അജണ്ട ഈ വ്യക്തിക്കുണ്ടോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും നല്ല ഉദ്ദേശത്തിലായിരിക്കണമെന്നില്ല നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പൊ ഇവരുടെ നിങ്ങൾ അറിയാത്ത അജണ്ട എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഒരു 6 കാർഡ് എടുക്കണം. അതിനു മുമ്പ് ഞാൻ ഓറക്കിൾ മെസ്സേജ് നോക്കുകയാണ് ഈ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഭഗവാനെ ഓം നമഃ ശിവായ, ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു 4 കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഭവാനി താങ്ക്സ് യു. അപ്പോ ഒന്നാമത്തെ കാർഡ് ഒരു ചേഞ്ച് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ചേഞ്ച് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തരം ചേഞ്ച് ആണെങ്കിലും അത് വന്നേ തീരുവുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വഴിയിലുള്ള, നിങ്ങളുടെ മുമ്പോട്ടുള്ള വഴിയിലുള്ള എല്ലാ വിഘ്നങ്ങളും മാറ്റിയിട്ടുണ്ട്. നല്ലൊരു തുടക്കം, പുതിയതൊരു തുടക്കം ആകാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ആരാണ്, നിങ്ങള് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ. ഡിസ്കവർ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോ എടുത്താ പൊങ്ങാത്ത ഭാരം മുതുകിലേറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് നോ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോ അനുഭവിക്കുന്നത്. അപ്പൊ നോ പറയാൻ പഠിക്കുക എന്നാണ് പറയുന്നത്. അത്രയും കാർഡ്സ് ആണ് വന്നത്. ഇനി നമുക്ക് കാർഡ് എടുക്കാം. നമുക്കൊരു 7 കാർഡ് വേണം. 1 2 3
5, 6, 7 കാർഡ്. ഓക്കെ, അപ്പൊ നമ്മള് ആ 7 കാർഡ് എടുത്തു. ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ എന്ത് തരം റിലേഷൻ ആണിത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു അങ്ങനെ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധമല്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പം പഠിച്ച ആരെങ്കിലും ആയിരിക്കാം, ഇടയ്ക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന. ഇപ്പൊ റിയൂണിയൻ കാര്യത്തിൽ ആ ഒരു ഇപ്പൊ എന്താ പറയാ, ഒരു റിയൂണിയൻ സമയത്ത് എന്ന് വെച്ചാൽ നമ്മള് ഒപ്പം പഠിച്ചവരൊക്കെ ആയിട്ട് റിയൂണിയൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോ, അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ മീറ്റ് ചെയ്തപ്പോ ഇപ്പൊ അവര് നിങ്ങളോട് ഭയങ്കര ക്ലോസ് ആണ്. ആദ്യം നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, കുറെ നാള് പണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ അത് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരാളുണ്ടെന്ന് രണ്ടുപേർക്കൊന്നും അറിയാന്നല്ലാതെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ആ ഉറങ്ങിക്കിടന്ന ബന്ധം രണ്ടാമത് തുടങ്ങിയ പോലെ, ഇതൊരു റിലേഷൻഷിപ്പും ആകാം, ഇത് ബന്ധുക്കളാകാം, എന്തായാലും പുതിയതായിട്ട് ഉറങ്ങിക്കിടന്ന ഒരു ബന്ധം രണ്ടാമത് പുനർജനിച്ചതുപോലെയുള്ള ഒരവസ്ഥയാണ് നിങ്ങൾ തമ്മിൽ. അപ്പൊ ചിലപ്പോ നിങ്ങൾ ഇത് അത്രയും ആഗ്രഹിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഇവര് ഓവറായിട്ട് നിങ്ങളോട് ക്ലോസ്നെസ് കാണിക്കുന്നുണ്ട്, എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് പണ്ട് ഉള്ള ആ ഒരു ഫീലിംഗ് ഇവരോട് വരുന്നില്ല. പക്ഷെ ഇവര് ഓവറായിട്ട് നിങ്ങളോട്, ചിലപ്പോ നിങ്ങൾ പണ്ടും അത്ര വലിയ നല്ല സുഹൃത്തുക്കൾ ആയിരുന്നില്ലായിരിക്കാം. മനസ്സിലായെന്ന് വെച്ചാല് ഒപ്പം പഠിച്ചതാണ്, പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത്ര വലിയ ക്ലോസ് ആയിരുന്നില്ലായിരിക്കാം. പക്ഷെ ഇപ്പൊ അവര് ഓവറായിട്ട് കാണിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട്, ഇവരെന്തിനാ ഇത്രയും ക്ലോസ് ആയിട്ട് എന്നോട് പെരുമാറുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ എന്ത് കാണണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? നിങ്ങളോട് അവർ പറയുന്നത് അവർക്ക് ജോലി ഒന്നുമില്ല, മനസ്സിലായി? അപ്പൊ നിങ്ങൾ നല്ല നിലയിലുള്ള ഒരാളായിരിക്കാം. അപ്പൊ അവരുടെ ഇല്ലായ്മയാണ് കൂടുതൽ. അയ്യോ അമ്മയ്ക്ക് അസുഖം, എന്ത് പറഞ്ഞാലും അവര് നെഗറ്റീവ് ആണ് പറയുന്നത്. കുട്ടികൾ അങ്ങനെ, ഭർത്താവിനെ കൊണ്ട് ഗുണമില്ല, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് ഗുണമില്ല. അപ്പൊ മൊത്തത്തില് ഒരു ഇല്ലായ്മയെ കുറിച്ചാണ് അവര് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഒന്നുമില്ല, അവർക്ക് ആരുമില്ല, ബന്ധങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഒരു സന്തോഷമില്ല. അപ്പൊ മൊത്തത്തിൽ ഒരു നെഗറ്റീവ്, ഇല്ലായ്മ, ഒന്നുമില്ലായ്മ എന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ശരിക്കും അങ്ങനെ ആവണം എന്നില്ല, ഇവർ പറയുന്നത് സത്യമാവണം എന്നില്ല. പക്ഷെ ഇതാണ് അവര് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാഴ്ച. അത് ഇതാണ് പറയുന്നത്. ഒന്നുമില്ല, വീട്ടിലെ അമ്മയ്ക്ക് അസുഖം, അച്ഛൻ അസുഖം, ഭർത്താവ് കിടപ്പില്, ഇങ്ങനെയുള്ള ഡയലോഗ്സ് അടിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അതാണ് അവര് പറയുന്നത്. അവർക്ക് ഇതിൽ നിന്ന് എന്താണ് വേണ്ടത്? ഈ ഒരു ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കൊണ്ട് അവർക്ക് എന്താണ് വേണ്ടത്? ഇവർക്ക് എന്താ വെച്ചാൽ ഇവര് ഓവർ കമ്മിറ്റഡ് ആണ്. അപ്പൊ ഇവര് ഇപ്പൊ പരിചയമുള്ളവരൊന്നും ഇവരെ സഹായിക്കില്ല. കാരണം ഇവർക്ക് കടം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. ഇവര് പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. മറ്റുള്ളവർക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഇവർ നിങ്ങളുടെ അടുത്ത് മറ്റുള്ളവരിൽ നിന്ന് പിടുങ്ങുന്ന പൈസ അവർ വേറെ കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതെന്നൊക്കെ അറിയുന്നത് കൊണ്ട് ഇപ്പൊ അവരെ പരിചയമുള്ള ആരും ഇവരെ അടുപ്പിക്കുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ ചെന്ന് കയറിയത്. മനസ്സിലായോ? അപ്പോ നിങ്ങളെ മുതലെടുക്കാനാണ് ഇവര് നോക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം മാക്സിമം നിങ്ങളുടെ അടുത്ത് നിന്ന് സഹായങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇവരെ കുറിച്ച് ശരിക്കും അറിയില്ല. ഇവരുടെ അവസ്ഥ എന്താണ്, ഇവര് പിന്നീട് എന്തായി, ഇവരുടെ അവസ്ഥ, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. അപ്പൊ നിങ്ങളെ മുതലെടുക്കാൻ പറ്റുമെന്നാണ് ഇവര് ചിന്തിക്കുന്നത്. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അവരെന്താണ് നിങ്ങളോട് പറയാത്തത്? പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്, ഇല്ലായ്മയാണ്. പറയാത്ത എന്താണ് കാര്യം? പറയാത്തത്, ഇവര് പറയാത്ത എന്താന്ന് വെച്ചാല് ഇവര് എല്ലാവരും ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയവരാണ്. എന്നുവെച്ചാല് ബന്ധുക്കൾ ഇവരെ ഉപേക്ഷിച്ചതല്ല. ഇവർക്ക് നല്ലൊരു ചിലപ്പോ ഇവര് ആരെങ്കിലുമായിട്ട് സ്നേഹിച്ച് വലിയ പൈസയുള്ള ഒരാളെ വിവാഹം കഴിച്ച് പോകുകയോ, അങ്ങനെ ഒട്ട് ആൾക്കാരോട് കൃതജ്ഞത ഇല്ലാത്ത, ഒരു സ്നേഹമില്ലാത്ത, ആത്മാർത്ഥത ഇല്ലാത്ത ഒരു എനർജിയാണ്. അപ്പൊ ഇവര് ഇപ്പൊ ആരുമില്ല, എന്നെ ആരും നോക്കുന്നില്ല എന്ന് ഇവര് പറയുമ്പോ ഇവരുടെ സ്വഭാവം ദൂഷ്യം കൊണ്ടാണ് ഇവരെ എല്ലാവരും ഉപേക്ഷിച്ചത്. ഇവര് തന്നെയാണ് എല്ലാവരെയും തള്ളിക്കളഞ്ഞത് എന്ന്
നിങ്ങൾ അറിയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഇവർ പറയാത്തത്. ഇവര് പറയുന്നത് എന്നെ ആരും നോക്കുന്നില്ല. ബന്ധുക്കളാണെങ്കിൽ, അച്ഛനമ്മയാണെങ്കിൽ, ഇപ്പൊ അച്ഛനമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ബ്രദർ സിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്റെ ഒരു കാര്യം നോക്കുന്നില്ല എന്ന് ഇവര് നിങ്ങളോട് പറയുമ്പോ അതാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷെ പറയാത്ത കാര്യം ഇവരുടെ കുഴപ്പം കൊണ്ടാണ് ഇവരാണ് അവരെ എല്ലാം അകറ്റിയെന്ന കാര്യം സത്യം ഇവര് നിങ്ങളോട് പറയുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് അവര് നിങ്ങളോട് പറയാതിരിക്കുന്നത്. ഇവര് എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാനും നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാനും എന്ത് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് പെട്ടെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ വിളിച്ചിട്ട് അപ്പൊ ഇവരിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങളോട് പറഞ്ഞ അപ്പൊ തന്നെ ഇവർക്ക് കാര്യം നടക്കണം. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ വിളിച്ച് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കാനും ഇവരെന്താണ് ഇപ്പൊ ചെയ്യുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരുടെ ജീവിതം എന്താണ്, ഇവരുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങളുടെ സിമ്പതി പിടിച്ചെടുത്ത് മാക്സിമം നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് മേടിച്ചെടുത്തിട്ട് ഇവർക്ക് മുങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ചെയ്യുന്നത്. അപ്പൊ ഇവര് നിങ്ങൾക്ക് സ്വൈരം തരുന്നില്ല. മനസ്സിലായോ? എല്ലാ ദിവസവും വിളിച്ചപ്പോ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കാം, പൈസ ചോദിക്കുമ്പോ അമ്മയ്ക്ക് വയ്യ അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യ എന്ന് പറയുമ്പോ നിങ്ങൾ ചോദിക്കുമ്പോ ഇപ്പൊ കിട്ടണം, ബില്ലടയ്ക്കണം, മനസ്സിലാവുണ്ടോ? ഹോസ്പിറ്റലിലാണ്, ബില്ലടയ്ക്കണം, അത്യാവശ്യമായിട്ട് പൈസ അപ്പൊ നിങ്ങൾക്ക് സ്വൈര്യം തരുന്നില്ല. കാരണം മാക്സിമം നിങ്ങളുടെ അടുത്ത് കിട്ടുന്നത് മേടിച്ചിട്ട് മുങ്ങുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയാണ്. കാരണം നിങ്ങൾക്ക് സമയം ചിന്തിക്കാനുള്ള സമയം തരരുത്, മറ്റുള്ളവരിൽ വിളിച്ച് അന്വേഷിക്കാനുള്ള സമയം തരരുത്. ഈ സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ അവസ്ഥയിൽ നിന്ന്, ഈ സിറ്റുവേഷനിൽ ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഇവരൊരു നിങ്ങളുമായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പോ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തന്നെ ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് ആരുടെയും ബന്ധങ്ങൾ വേണ്ട. ഇവര് പ്യോർലി ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു എനർജിയാണ്. പൈസ വേണം, അന്നന്നത്തെ കാര്യം, ഫ്യൂച്ചർ അവർ ആലോചിക്കുന്നില്ല. ഞാൻ എത്ര നാൾ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കും എന്നുള്ള കാര്യം ഇവർ ആലോചിക്കുന്നില്ല. ഇവർക്ക് ഇപ്പോഴത്തെ കാര്യം നടക്കുക, നിങ്ങളുടെ അടുത്ത് പൈസ മേടിക്കുക, നിങ്ങൾ ആ പൈസ യൂസ് ചെയ്യുക, അത് തീരുമ്പോ വേറെ ആരെങ്കിലും തപ്പിപ്പിടിക്കുക. മനസ്സിലായി? അതാണ് ഇവരുടെ സ്ട്രാറ്റജി. അല്ലാതെ നിങ്ങളുമായിട്ട് ലോങ് ടേം ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. പൈസ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ചെയ്ത് ഇവർ മുങ്ങും. അതല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ കള്ളത്തരം കണ്ടെത്തുന്നത് വരെ അവര് നിങ്ങളുടെ കൂടെ കണക്ഷൻ വെക്കും. ആ കള്ളത്തരം കണ്ടെത്തി അല്ലെങ്കിൽ നിങ്ങൾ തന്ന കാര്യം തിരിച്ചു തരാം, കൊടുത്ത കാര്യം തിരിച്ചു തരാൻ പറയുമ്പോഴേക്കും ഇവര് മുങ്ങിക്കളയും. അതാണ് അവര് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? നിങ്ങളോട് ആൾക്കാര് നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പൊ നിങ്ങൾ സ്മാർട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾ ശുദ്ധഹൃദയമുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ പല അനുഭവങ്ങളാവുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ പഠിക്കും. അപ്പോ ചിലപ്പോൾ നിങ്ങൾ അധികം പൈസ ഇവർക്ക് കൊടുക്കില്ല. എന്തായാലും നിങ്ങൾ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടും. പലരും നിങ്ങളോട് ഇവരെക്കുറിച്ച് പറയാൻ തുടങ്ങും. അപ്പൊ പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ നിങ്ങള് ഇമോഷണലി ഇംമെച്യൂർഡ് ആയ ഒരാളാണ്. നിങ്ങൾ ഭയങ്കരമായി പെട്ടെന്ന് മറ്റുള്ളവരുടെ സഹതാപത്തിൽ വീണു പോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ വീണു പോകുന്ന, മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല പറയുന്നത്, നമ്മളെ ചൂഷണം ചെയ്യരുത്. അപ്പോ നമ്മളുടെ അടുത്ത് ഇപ്പൊ 1000 രൂപയാണെങ്കിൽ 200 രൂപ കൊടുത്താലും കുഴപ്പമില്ല, അത് നമുക്ക് അഫോർഡബിൾ ആണ്. പക്ഷെ നമ്മളുടെ അടുത്ത് 1000 രൂപ ഉള്ള ആള് നമ്മൾ 1000 രൂപയും കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് ഒന്നുമില്ല. അങ്ങനെയുള്ള ദാനങ്ങൾ, അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് പണി തരും. അപ്പൊ അങ്ങനെയുള്ളത് ചെയ്യാതെ നമ്മൾ ചോദിക്കുമ്പോൾ ഓക്കെ അത്യാവശ്യമുള്ളത് കൊടുത്തേക്കുക, അത് കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് പുണ്യമോ കിട്ടുകയുള്ളൂ. പക്ഷെ നമ്മളുടെ വീട്ടിലെ സമാധാനം, നമ്മളുടെ വീട്ടിലെ പൈസ മൊത്തമായിട്ട് ഇപ്പൊ ലക്ഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷം മുഴുവൻ നിങ്ങൾ കൊടുത്തത് വലിയൊരു നഷ്ടമാണ്. അത് നികത്തിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ചെറിയ ചെറിയ സഹായങ്ങൾ ആൾക്കാർക്ക് ചെയ്യണതിൽ വിശ്വാസമില്ലാത്തവരെയും അങ്ങനെയുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് പുണ്യമായിട്ട് വരും. പക്ഷെ നമ്മളെ പറ്റിക്കരുത്. മനസ്സിലായി? ഇവരൊക്കെ പറ്റിക്കാൻ നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് വരുമ്പോ പിന്നെ നമ്മൾ ശരിക്കും അർഹിക്കുന്നവർക്ക് പോലും കൊടുക്കാനുള്ള ഒരു പേടി നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിക്കുന്നത്. എന്തായാലും ചെറിയൊരു സഹായം നിങ്ങൾ അവർക്ക് കൊടുക്കും, മുഴുവനും കൊടുക്കില്ല. നിങ്ങൾ പഴയ ഒരു സ്വഭാവം ആയിരുന്നെങ്കിൽ, ഇവരൊന്നും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവർ ചോദിക്കുന്ന മൊത്തം കൊടുത്തേനെ. പക്ഷേ ഇതില് നിങ്ങൾ അധികം കൊടുക്കില്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരോട് സഹായിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് നിങ്ങൾ കോമൺ ആയിട്ടുള്ള പരിചയമുള്ള ആളുകളെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുക. അപ്പൊ ഇനിയും അവർ സഹായത്തിന് വരികയാണെങ്കിൽ
ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുഴി ചാടരുത്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഈ കാർഡ് പറഞ്ഞ ഇമോഷണലി ഇമ്മച്ചുവേർഡ് ആയ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ ടെൻസ്ഡ് ആയി പോകും അല്ലെ. നമ്മൾ കുറച്ചൊരു മറ്റുള്ളവരോട് ദയയും കനിവും ഉള്ളവരെയാണ് കൂടുതൽ ആൾക്കാർ ചൂഷണം ചെയ്യുക. പക്ഷെ ചൂഷണം ചെയ്യപ്പെട്ടാലും അതുകൊണ്ട് നമുക്ക് പുണ്യമുണ്ട്. കാരണം കർമ്മഫലം നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മമാണ്. അവരുടെ കർമ്മം തെറ്റാണ്, അവരതിനനുഭവിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരാൾ സഹായം ചോദിക്കുമ്പോൾ സഹായിക്കുന്നു. അയാളെ എന്തുദ്ദേശത്തിലാണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വരില്ല. എന്നാലും പിന്നെ നിങ്ങൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഒരു ലഭ്യത, എന്നെ പറ്റിച്ചല്ലോ എന്നൊരു ചിന്ത. പിന്നെ ദൈവമേ, ഫീസ് കൊടുക്കേണ്ട പൈസയാണല്ലോ ഞാൻ എടുത്ത്, ഇനിയിപ്പോ അതെവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ള ടെൻഷൻ. അപ്പൊ അങ്ങനെയുള്ള സമയം വരുമ്പോൾ കുറേശ്ശെ ചെറിയ എമൗണ്ട് ഒക്കെ കൊടുക്കുക. നമുക്ക് മറ്റുള്ള ആവശ്യത്തിന് മാറ്റി വെച്ചിരുന്ന മൊത്തം എടുത്തു കൊടുത്താൽ പണിയാവും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.